പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പ്രതിനിധികൾ അവിടെ ഇറാനിലുണ്ട്. അങ്ങനെ ഇറാനിൽ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അവിടെ പോയി അയത്തുള്ള അലി ഖമേനിയെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിച്ചു. മറ്റാരുമല്ല, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കൂടിയായ ഷഹബാസ് ഷെരീഫാണ് അങ്ങനെ പ്രസംഗിച്ചത്. ഇത് അമേരിക്കയ്ക്ക് വലിയ കട്ടക്കലിപ്പിനിടയാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ ഖമേനിയുടെ ഔദ്യോഗിക വിലാപയാത്രയിൽ പങ്കെടുത്ത് ഷഹബാസ് ഷെരീഫ് പ്രസംഗിച്ചപ്പോൾ അത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ US സെനറ്റർ വലിയ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയ ഒരു പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. യുഎസിൻ്റെ സെനറ്റർ റിക് സ്കോട്ടാണ് ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നത് അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ അത് ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ് എന്നാണ് US സെനറ്ററുടെ മുന്നറിയിപ്പ്. അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള യോഗ്യത ചോദ്യം ചെയ്യുകയാണ് എക്സിലൂടെ സെനറ്റർ. പാകിസ്ഥാന്റെ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒസാമ ബിൻ ലാദൻ ഒരു പതിറ്റാണ്ടോളം ഒളിവിൽ കഴിഞ്ഞ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിനായി ഏകപക്ഷീയമായി ദൈവനിന്ദാ നിയമങ്ങൾ തിരഞ്ഞു പിടിച്ച് നടപ്പാക്കുന്ന രാജ്യമാണ്. ഇറാന്റെ മുൻ ഭരണാധികാരിയും വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ ക്രൂരനുമായ ഒരാളെയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നതെന്ന് റിക് സ്കോട്ട് എക്സിൽ കുറിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അത് മാറുകയും ചെയ്യുന്നു. മധ്യസ്ഥത വഹിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്തവരാണ് പാകിസ്ഥാനെന്നും അവരുടെ ഓരോ നീക്കങ്ങളും അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും പ്രധാനപ്പെട്ട നിരീക്ഷണം വരികയാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കാം. ഇത്തരം ഖമേനിയൊക്കെ പ്രശംസിക്കുക എന്ന് പറയുന്നത് ട്രംപിന് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. വലിയ പ്രശംസ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പാകിസ്ഥാന് വിനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.